ഇന്ന് 3500 രൂപയാണ് 5G സ്മാർട്ട് ഫോൺ സ്റ്റാർട്ടിങ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് തരാൻ നമ്മൾ റെഡി ആയിരിക്കുന്നുണ്ട്. വാച്ചിന്റെ ഈ ക്വാളിറ്റി നോക്കിക്കോണേ, ആ ഹാൻഡിലേക്ക് അകത്ത് കേറി പോവുകയാണ് എല്ലാം. നമ്മൾ ഇതൊന്നും വലിയ ഡിഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്ലീൻ പീസ് മൊത്തം നല്ല ബോഡി കണ്ടീഷൻ. 64 സാംസങ് ഗാലക്സി S8 64 ആണ് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത്. ബോക്സ് ഒക്കെ നോക്കിയാണെങ്കിൽ എന്റെ ഫോണിൽ ഒന്ന് മാറ്റിയോണെ അടുത്ത ബോക്സ്. പിന്നെ വന്നിട്ടേ എന്താ ഇത് സ്റ്റിക്കർ ഉണ്ട് ഇതില്, കണ്ടാ സ്റ്റിക്കർ. കാരണം സ്റ്റോറേജ് അതാണ് അതിന്റെ ഡിഫക്റ്റ്. അല്ല ചുമ്മാ എടുത്ത് കൊടുക്കുമോ? ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടല്ലേ പ്രൈസ് മാറി നിൽക്കുന്നത്. സസ്പെൻസ് ഗൈസ്, ഇന്ന് നമ്മുടെ ഷോപ്പിലുണ്ടല്ലോ ഒരുപാട് S23 Ultra ഉണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരാനായിട്ട് ഗൈസ് S23 Ultra ഉണ്ട്, S21 Ultra ഉണ്ട്. അതേപോലെ 5G സ്മാർട്ട് ഫോണോട് കുറച്ച് പീസ് ഉണ്ട് ഗൈസ്. 3500 രൂപയ്ക്ക് നല്ല കിടിലൻ 5G സ്മാർട്ട് ഫോൺ ഒക്കെ ഇന്ന് നമ്മുടെ ഷോപ്പിലുണ്ട്. സ്റ്റാർട്ട് ദ വീഡിയോ. എന്തിനൊക്കെ പറ. അല്ല, സ്മാർട്ട് ഫോണുകൾ ഒരുപാട് ഇപ്പൊ നിലവിലുണ്ട്. സ്മാർട്ട് ഫോണുകൾ തന്നെ ഒരു 3,500, 4 ആ ബഡ്ജറ്റിനൊക്കെ. പിന്നെ 5G ഫോൺ തന്നെ ഒരു 7 മുതൽ 7,000 അല്ല 3,500 മുതൽ. ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ ചുമ്മാ പറഞ്ഞല്ല, ഒരു നല്ല ഡിഫക്റ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് 3,500 രൂപ 5G സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. ഓപ്പോടെ ഒരു 5G ഉണ്ട്. ഡിഫക്റ്റ് ഉണ്ട്, ചെറിയ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വാട്സപ്പ് വഴി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞുതരാം. വലിയ ഡിഫക്റ്റ് ഒന്നും ഇല്ല. ഇതൊക്കെ വന്നിട്ട് ബാക്ക് കേസിലൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. എന്റെ പൗച്ച്, എന്റെ ബാഗ് സൈഡിലൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ചെറിയൊരു അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേ മാറിയ പീസാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ വില കുറഞ്ഞ് വരുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്തൊക്കെയോ ഒരു ഫാൾട്ടുകൾ ഉണ്ട്. ഇല്ലാതെ ഒന്നും എടുത്ത് തരാനൊന്നും പറ്റൂല. പിന്നെ ഒരു 5,500 മുതൽ ക്ലീൻ പക്ക പീസ്. 6,500, 5,500 നല്ല പീസ് ഇല്ലേ കൊടുക്കാൻ. അല്ല, ഓപ്പോടെ ഒക്കെ സെറ്റ് ഉണ്ടോ? ഒരു 5 നല്ല 4G RAM 64 5,000 രൂപ വരുന്നുള്ളൂ. നോക്കിയാണ്. ഇതൊന്നും വലിയ ഡിഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്ലീൻ പീസ് മൊത്തം നല്ല ബോഡി കണ്ടീഷൻ. 5 രൂപ. ഇതേപോലെ നല്ല കണ്ടീഷൻ സെറ്റുകളുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പിന്നെ ഇന്ന് നമ്മൾ ഹൈലൈറ്റ് സാധനം എന്ന് പറഞ്ഞത് 2,000 രൂപയ്ക്ക് ഒരു S8 ഇരിപ്പുണ്ട്. വെറും 2,000 രൂപയ്ക്ക് S8. അപ്പൊ S8ന്റെ പ്രത്യേകത കിടിലൻ ബോക്സ് അല്ലേ? കിടിലൻ ബോക്സ് 64 സാംസങ് ഗാലക്സി S8 64 ആണ് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത്. ബോക്സ് ഒക്കെ നോക്കിയാൽ ഒന്ന് മാറ്റിയോണെ അടുത്ത ബോക്സ്. ഞാൻ ഇത് എന്താണ് എടുത്തുകൊണ്ട് വന്നത്. ഇത് കണ്ടപ്പോ എനിക്കൊരു കൗതുകം. ബോക്സ് ഒക്കെ നോക്കിയാണ്. ഇത് ഡിസ്പ്ലേ വരില്ല. സെറ്റ് ബോർഡ് ഡിസ്പ്ലേക്ക് കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേ വരുന്നില്ല. അതാണ് പ്രശ്നം, ബോർഡിന്റെ കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ആവശ്യമുണ്ടെങ്കിൽ എന്റെ കോഡ് S8 ആണ് ബോർഡാണ് കംപ്ലൈന്റ്. അപ്പം ഡിസ്പ്ലേക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിജിറ്റൽ സാധനമുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാധനമുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ കിട്ടൂല. S8 ആണ് മോഡല്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് എവിടെ S21 Ultra. S21 Ultrയ്ക്ക് മുമ്പായിട്ട് വില കുറവുണ്ട്, നല്ല വില കുറവാണ് S21 Ultra. അപ്പൊ ഇത് പെൻഡിങ് ഇരിക്കട്ടെ, നമുക്ക് S22 Ultra ഒന്ന് പരിചയപ്പെടാമേ. 2 എണ്ണം ഉണ്ട് S23 Ultra. നമുക്ക് ഇതിന്റെ ക്യാമറ ഒക്കെ നോക്കണോ? ഇത് വന്നിട്ട് 2 എണ്ണം ഉണ്ട്. 2 S23 ആണ് നമ്മുടെ ഇരിക്കുന്നത്. രണ്ടും 250 സ്റ്റോറേജ് വരുന്ന സാധനങ്ങളാണ്. രണ്ടിന്റെ ക്യാമറ കോട്ടേക്ക് അറിയാമല്ലോ. ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, മൈക്ക് പിടിക്കുന്ന. അപ്പം ഇത് വന്നിട്ട് രണ്ടും ഒരേ കളർ തന്നെയല്ലേ? കളർ ഒരാണ്, പക്ഷേ വലിപ്പം വ്യത്യാസം. രണ്ടും S23 Ultra സെയിം അല്ലേ? സെയിം അല്ലേ? അപ്പൊ ഇത് വന്നിട്ട് രണ്ടും 256 സ്റ്റോറേജ് വരുന്നത്. സ്റ്റിക്കർ ഉണ്ട്, ഇതില് സ്റ്റിക്കർ ഉണ്ട്, ഇതില് സ്റ്റിക്കർ ഇല്ല. അപ്പൊ ഇത് വന്നിട്ട് ഇതില് യൂസിങ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് യൂസിങ് ആണ്. കുറച്ച് മുകളിൽ കുറച്ച് സ്ക്രാച്ച് ഇല്ല, അത് സ്റ്റിക്കറാണ് കേട്ടോ സംഭവം. പക്ഷെ വില വന്നിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും വലിയ ഡിഫക്റ്റോ കാര്യങ്ങളോ യാതൊന്നും ഇല്ല. പക്ഷെ ഒന്ന് വന്നിട്ട് ഈ സ്റ്റിക്കർ ഒട്ടിച്ച ഈ പീസ് വന്നിട്ട് 65 രൂപയ്ക്ക് 65 രൂപ ഉള്ളൂ.
പിന്നെ അതിൽ ഈ സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ടാവും തോന്നുന്നു കേട്ടോ. ഈ സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് 65 രൂപ ഇത് വരുന്നത്. 12GB റാമിൽ 256 വരുന്ന S23 Ultra. പിന്നെ വന്നിട്ടേ ഇത് സ്റ്റിക്കർ ഉണ്ട് ഇതില് കണ്ടാ. സ്റ്റിക്കർ കാരണം 74 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട്. അങ്ങനെ 2 S23 Ultra. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വില കുറവ്. എന്റെ പൊന്നെ S21 എന്ത് പിടിച്ചു വാങ്ങില്ലേ, S21 Ultra. ഇത് വന്നിട്ട് 256 ആണ് സ്റ്റോറേജ് വരുന്നത് തന്നെ. 12GB റാമില് 256. ഏറ്റവും പൊന്നിട്ട് ഇതാ 12GB റാമിൽ 256 സ്റ്റോറേജ് വരുന്ന S20 ഫോട്ടോസ് എടുത്ത് കാണിച്ചു തരാം. ഇതിലെടുത്ത ഫോട്ടോസ് അതൊന്നും അല്ല ഇതിന് മുന്നിൽ പോലെ ഏതാണ്ട് പ്രാവിന്റെ കണ്ണ് വരെ ചേർന്ന് കേട്ടോ. പിന്നെ വാച്ചിന്റെ ഈ ക്വാളിറ്റി നോക്കിയോണേ, ആ ഹാൻഡിലേക്ക് അകത്ത് കേറി പോവണം, എല്ലാം നമ്മളിങ്ങനെ തെരഞ്ഞു പിടിക്കും. അപ്പൊ ഗൈസ് ഇത് വന്നിട്ട് 12GB റാമിൽ 256 വരുന്ന ഈ S21 Ultra എന്ത് 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇതിന്റെ പ്രശ്നം പറഞ്ഞില്ലല്ലോ, ഇതിൽ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. ഇതിന്റെ ഡിസ്പ്ലേയുടെ ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടലുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ സ്പൈഡർമാൻ വലയിട്ടൊരു ഫീൽ വരുന്നുണ്ട്. ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമില്ല, വളരായിട്ട് കാണാമൊന്നും പറ്റൂല. ഇങ്ങനെ വെച്ച് 20,000 രൂപയുള്ള S21 Ultra. അതേപോലെ S23 Ultrയ്ക്ക് 2 സാധനമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. നമ്മളുടെ ഇന്ന് 3500 രൂപയാണ് 5G സ്മാർട്ട് ഫോൺ സ്റ്റാർട്ടിങ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് തരാൻ നമ്മൾ റെഡി ആയിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഗൈസ്, ബാറ്ററിക്കാണ് വെയിറ്റ്. അപ്പോൾ നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം. ബൈ.